വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ ആഘോഷിക്കപ്പെടുന്ന ഇന്ത്യൻ കായിക രംഗത്ത് സ്വന്തം രാജ്യത്തിനായി അത്യധ്വാനം ചെയ്തിട്ടും അംഗീകരിക്കപ്പെടാതെ തിരശ്ശീലയ്ക്ക് പിന്നിൽ മാത്രം നിൽക്കുന്ന ഒരുപാട് കായിക താരങ്ങളുണ്ട്. ക്രിക്കറ്റ് എന്ന കായിക ഇനം പണക്കൊഴുപ്പിൻ്റെയും ഗ്ലാമറിൻ്റെയും മത്സരമായി മാറിയപ്പോൾ അതിന് വലിയ ആരാധക പിന്തുണയുണ്ടായി. രാജ്യാന്തര ഗോളുകളുടെ എണ്ണത്തിൽ സാക്ഷാൽ ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും തൊട്ടു പിന്നിൽ നിൽക്കുന്ന സുനിൽ ഛേത്രി എന്ന ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഫുട്ബോളറെ അറിയാത്തവരായി ഈ നാട്ടിൽ എത്ര പേരുണ്ടാകും? ലോകമെങ്ങും മെസ്സിയും റൊണാൾഡോയും ഒക്കെ വാഴ്ത്തപ്പെടുമ്പോൾ സ്വന്തം ജന്മനാട്ടിൽ പോലും അർഹമായ അംഗീകാരം ലഭിക്കാതെ ബൂട്ടഴിച്ചു വെച്ച ഛേത്രിയെപ്പോലെ ഒരുപാട് കായിക താരങ്ങളുടെയും കഥ ഇന്ത്യൻ കായിക രംഗത്തിന് പറയാനുണ്ടാകും. ക്രിക്കറ്റ് ആഘോഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ മറവിൽ അതിജീവനത്തിനായി കഷ്ടപ്പെടുന്ന ഫുട്ബോളും ഹോക്കിയുമൊക്കെ ഈ നാട്ടിലെ യാഥാർത്ഥ്യങ്ങളാണ്. സ്വന്തം രാജ്യത്തിനായി അഭിമാനകരമായ നേട്ടങ്ങൾ കൊണ്ടുവന്ന എന്നാൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾക്ക് അർഹിക്കുന്ന പരിഗണന ലഭിച്ചിട്ടില്ലാത്ത ഒരു മലയാളിയുണ്ട്. പാരീസ് ഒളിമ്പിക്സിലെ ഹോക്കി മത്സരത്തിൽ 10 പേരായി ചുരുങ്ങിയ ഇന്ത്യൻ നിരയിലേക്ക് കടന്നാക്രമണം നടത്തിയ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ 11 താരങ്ങൾക്ക് മുന്നിൽ കോട്ട കെട്ടിയ മലയാളി, ഇന്ത്യയുടെ വല കുലുക്കാൻ എത്തുന്നവരുടെ വഴി തടയുന്ന ഒറ്റയാൻ. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഐതിഹാസികമായ തേരോട്ടത്തിൻ്റെ ചുക്കാൻ പിടിച്ചത് പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് എന്ന കൊച്ചിക്കാരനാണ്. ഒളിമ്പിക്സിൽ ഒരു സ്വർണ്ണ നേട്ടം എന്ന ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ സ്വപ്നത്തിന് ഇനി 2 മത്സരങ്ങളുടെ ദൂരം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്ന് ജർമ്മനിക്കെതിരെ സെമി ഫൈനലിന് ശ്രീജേഷിൻ്റെ ടീം ഇന്ത്യ ഇറങ്ങുമ്പോൾ സ്വന്തം ജന്മദേശത്ത് പോലും അതാരും അറിഞ്ഞ മട്ടില്ല. കാരണം ക്രിക്കറ്റ് ആഘോഷിക്കപ്പെടുന്നത് പോലെ ഹോക്കി എന്ന കായിക ഇനം ഒരിടത്തും ആഘോഷിക്കപ്പെട്ട് കണ്ടിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഷൂട്ടൗട്ടിൽ ഗ്രേറ്റ് ബ്രിട്ടനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഒളിമ്പിക്സിൻ്റെ സെമി ഫൈനലിലേക്ക് ചുവടുവെച്ചത്. മത്സരത്തിൽ അമിത് രോഹിദാസിന് ചുവപ്പ് കാർഡ് കിട്ടിയതോടെ 10 പേരായി ചുരുങ്ങിയ ഇന്ത്യ അപകടം തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഗ്രേറ്റ് ബ്രിട്ടൻ മത്സരത്തിൽ ആധിപത്യം നേടാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. എന്നാൽ ആ വെല്ലുവിളികളെ എല്ലാം മറികടന്നുകൊണ്ട് ഇന്ത്യൻ ഗോൾ പോസ്റ്റിൻ്റെ കാവലാളായ PR ശ്രീജേഷ് ആയിരുന്നു ആ മത്സരത്തിൽ ഇന്ത്യയുടെ വിജയശില്പി. വീണ്ടും ഒരു സെമി പോരാട്ടത്തിന് ഇന്ത്യ കോപ്പ് കൂട്ടുമ്പോൾ ആരാധകരുടെ മനസ്സിലേക്ക് വരുന്നത് കഴിഞ്ഞ തവണത്തെ ടോക്കിയോ ഒളിമ്പിക്സാണ്. 41 വർഷത്തിന് ശേഷം ജർമ്മനിയെ പരാജയപ്പെടുത്തി അന്ന് ഇന്ത്യ ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയപ്പോൾ അവിടെയും ഗോൾ വില കാത്തത് ശ്രീജേഷ് തന്നെയായിരുന്നു. അന്ന് 4-നെതിരെ 5 ഗോളുകൾക്ക് ഇന്ത്യ ജർമ്മനിയെ പരാജയപ്പെടുത്തുമ്പോൾ ശ്രീജേഷിൻ്റെ മികവ് ഒരുപാട് വാഴ്ത്തപ്പെട്ടു. ഇന്ന് പാരീസ് ഒളിമ്പിക്സിൻ്റെ സെമി ഫൈനലിൽ വീണ്ടും ഇന്ത്യ എതിരാളികളായി എത്തുമ്പോൾ പഴയ അതേ ജർമ്മനിക്ക് വെല്ലുവിളിയാകുക PR ശ്രീജേഷ് എന്ന ഇന്ത്യൻ ഗോൾ കീപ്പറുടെ സാന്നിധ്യം തന്നെയാകും. നേർക്കുനേർ അവസാനം കളിച്ച 5 മത്സരങ്ങളിലും ജർമ്മനിക്കെതിരെ വിജയിക്കാൻ ഇന്ത്യക്കായിരുന്നു. ആ ആത്മവിശ്വാസവുമായാണ് ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടുന്നത്. ഈ ഒളിമ്പിക്സോടെ രാജ്യാന്തര ഹോക്കിയിൽ നിന്ന് വിരമിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച PR ശ്രീജേഷിന് ഒരു മികച്ച യാത്രയപ്പാണ് ടീം ഇന്ത്യ ലക്ഷ്യമിടുന്നത്. മികച്ച ഒത്തിണക്കത്തോടെ ടൂർണമെൻറ്റിൽ ഉടനീളം കളിച്ച ഇന്ത്യൻ താരങ്ങൾ എന്തായാലും സെമിയിലും അവരുടെ മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കും എന്നുറപ്പാണ്. ഇന്ത്യൻ ഹോക്കിയിലെ ഏറ്റവും വിശ്വസ്തനായ കാവൽക്കാരന് PR ശ്രീജേഷിന് ഒരു ഒളിമ്പിക് സ്വർണം യാത്രയപ്പ് സമ്മാനമായി നൽകാൻ ടീമിന് സാധിക്കുമോ എന്നാണ് ലോകമാകെ ഉറ്റുനോക്കുന്നത്. അങ്ങനെ ഏറ്റവും അഭിമാനകരമായ ഒരു ഒളിമ്പിക് സ്വർണം കഴുത്തിലണിഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട കളിക്കളത്തോട് വിട പറയാൻ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീജേഷിന് സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു.